തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനു മുന്നിൽ മണിക്കൂറുകളായി ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ 5-6 മണിക്കൂറായി പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. 6 തവണ പോലീസ് ഈ സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ പോലീസ് വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് സമരക്കാർ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കണം എന്ന കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരം 256-ാം ദിവസം പിന്നിടുന്ന വേളയിൽ ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് ആശാ വർക്കേഴ്സ്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാതെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയും പിരിഞ്ഞു പോകില്ല എന്ന് ആശാ വർക്കേഴ്സ് പറയുന്നുണ്ട്. മേഘന മുരളി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മേഘന, പലതവണ പോലീസിന്റെ ഇടപെടലുണ്ടായി, ജലപീരങ്കി പ്രയോഗിക്കുന്നത് കണ്ടു. ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? മുഖ്യമന്ത്രിയെ കാണാതെ ഈ വിഷയം സംസാരിക്കാതെ ഇതിന് പരിഹാരമില്ലാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച ശബ്ദത്തിൽ തന്നെ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ സമരക്കാർ? മേഘന, ശക്തമാവുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആശാപ്രവർത്തകർ അവർ പിന്മാറാൻ തയ്യാറല്ല ഈ സമരത്തിൽ നിന്ന്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ പോലീസ് വാഹനം തടയുകയാണ്. അതിൽ ഈ പ്രവർത്തകരുടെ മൈക്ക് സെറ്റ് അടക്കമുള്ളവ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസ് വാഹനം തടയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടുതലായി മാർച്ചിലേക്ക് എത്തുന്നു, ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തുന്നു. അവർ ഈ വാഹനം തടയുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാനുള്ളത്. പോലീസ് ഈ മൈക്ക് എടുത്തുകൊണ്ടുപോകാൻ, അവർ അനൗൺസ്മെന്റിനും മറ്റും ഉപയോഗിക്കുന്ന മൈക്ക് എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പ്രധാനമായും പറയുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.